പുതിയ പവർ ടീം ഗബ്രി, അർജുൻ, റസ്മിൻ, അപ്സര അടങ്ങുന്ന പുതിയ പവർ ടീം വേറുള്ളവരെ എല്ലാരെയും അടിമകളാക്കി അടക്കി ഭരിക്കാനുള്ള തീരുമാനമാണ് എന്ന് തോന്നുന്നു. അവരുടെ എച്ചിലും വേറുള്ളവർ കഴുകണം എന്നൊരു റൂളുമായിട്ട് വന്നു. പക്ഷെ നന്മമരം കളിക്കാൻ വേണ്ടി ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ ഒരു ഗുമ്മിന്. അങ്ങനെ ആകെ മൊത്തം ഫുൾ കോൺട്രഡിക്റ്റിംഗ് ആണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം. ഇവരിപ്പോ ഒരു മീറ്റിംഗ് വിളിച്ചു, പറയുന്നത് ഫുൾ അബദ്ധമാണ്. പൂജ ചെയ്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലേറ്റുകൾ കഴുകി വെച്ചൂടെ എന്നാണ് പൂജ ചോദിക്കുന്നത്. അത് പൊളിച്ചു കേട്ടോ. അല്ല പിന്നെ നാളെ മറ്റേ അടിവസ്ത്രം കഴുകാൻ പറഞ്ഞാലും അത് കഴുകേണ്ടി വരുമല്ലോ ഇതൊക്കെ അനുസരിച്ചാല്. ഗബ്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഷാൻമോണിയുടെ അടുത്ത് അടിവസ്ത്രം കഴുകി തരണമെന്ന്. അമ്മാതിരി അയിത്തം പിടിച്ച ടീമുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതൊന്നും അനുസരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. പിന്നെ ആരെയും അടിമയാക്കാനൊന്നും ആർക്കും അധികാരമൊന്നുമില്ല. പിന്നെ ഫുഡ് അവര് ടേസ്റ്റ് ചെയ്യാതെ വേറുള്ളവർ കഴിക്കാൻ പാടില്ല എന്ന റൂളുമായിട്ട് ഇവര് വന്നു കേട്ടോ. പിന്നെ ഫുഡ് മോശമാണെങ്കിൽ എന്താ വേറുള്ളവർ പട്ടിണി കിടക്കുമോ? ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു കാര്യമാണത്. ഒരു ഹയറാർക്കിയും അതിന് മുകളിൽ ബാധകമല്ല. ഇവർ ഈ പറഞ്ഞത് ഒരു ഇനീക്വാലിറ്റി തന്നെയാണ്. ഇത് പിന്നീട് ഗബ്രി രാജാവ് പിൻവലിക്കുന്നുണ്ട് കേട്ടോ. വലിയ അയിത്തക്കാരനാണ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ പവർ ടീമിന് വെളിവും വിവരവും ഇല്ല എന്നുള്ളത് ഇപ്പൊ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. വേറുള്ളവരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ പോലും ഇവര് മടിക്കത്തില്ല. അത് ചർച്ച ചെയ്യുന്നത് ലൈവില് കേട്ടിരുന്നു കുറച്ചു നേരം മുമ്പ്. നമുക്ക് ഇവരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ചാലോ എന്നൊക്കെ അപ്സര പറയുന്നത് ഞാൻ കേട്ടിരുന്നു. തോന്നിയതുപോലെ പട്ടിഷോ കാണിക്കാനല്ല ഈ സർവാധികാരം എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത്. ലാലേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഈ ഒരു പവർ ടീമിന്. ജാസ്മിനായിട്ട് കൊടുത്തു കൊരങ്ങന്മാരുടെ കയ്യിൽ പൂമാല. പിന്നെ വയൽക്കാടുകളുടെ കയ്യിൽ അധികാരം കിട്ടുന്നതായിരുന്നു നല്ലത്. ഫ്രഷ് ആയിട്ട് പലതും നമുക്ക് കാണാമായിരുന്നു. അല്ലാതെ ഈ ഉങ്ക് പിടിച്ച മൂരാച്ചികളുടെ പട്ടിഷോ കാണേണ്ടി വരത്തില്ലായിരുന്നു. എന്തായാലും ഇത് ഋഷി, ജാൻമുണി, ശരണ്യ, സിബിനൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഇവരുടെ റൂളാണ് പാട്ട് കേൾക്കുമ്പോൾ എണീറ്റിട്ട് അസംബ്ലിയും കൂടി 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ചായ ഇടണം കിച്ചൺ ടീം. എന്തൊക്കെ റൂളുകളാണെന്ന് നോക്കണം. ഇതൊക്കെ നടപ്പിലാവുന്നുണ്ടോ എന്ന് എന്തായാലും നമ്മൾ നോക്കും രാവിലെ എണീറ്റ്. അത് ഉറപ്പാണ്. നടപ്പിലായാലേ നമ്മൾ ഇതേപോലെ വീഡിയോ ഇടും, ഉറപ്പാണ്.